നമസ്കാരം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക രംഗത്ത് അരങ്ങുവാഴുന്ന യുഗത്തിലാണ് ലോകം ഇന്നുള്ളത്. ഈ സാങ്കേതിക വിദ്യയുടെ വിശാലതയാൽ ഇക്കാലത്ത് അസാധ്യമെന്ന വാക്ക് തന്നെ അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ പോലും AI വലിയ പങ്കാണ് വഹിച്ചു വരുന്നത്. അതിനുള്ള ഒരു ഉദാഹരണമാണ് ChatGPT പോലുള്ള അത്യാധുനിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സങ്കേതങ്ങൾ. മറ്റു മേഖലകളിൽ എന്ന പോലെ തൊഴിൽ രംഗത്തും AIയുടെ സ്വാധീനം പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക വിദ്യാ സംവിധാനങ്ങൾ അനുദിനം വളർച്ച പ്രാപിക്കുന്നവയായതിനാൽ തന്നെ വരും ഭാവിയിൽ അവയുടെ സ്വാധീനം ലോകത്തിന്റെ ചലനത്തെ തന്നെ നിയന്ത്രണത്തിലാക്കുമെന്നതിൽ തർക്കമില്ല. അടുത്തിടെ ഇനി വരുവാനിരിക്കുന്ന നാളുകളിൽ തൊഴിൽ രംഗത്ത് സംഭവിച്ചേക്കാവുന്ന ചില മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രവചനം പുറത്തുവരികയുണ്ടായി. UK-യിലെ പ്രമുഖ സാങ്കേതിക വിദ്യാ ഗവേഷണ സ്ഥാപനമായ റീതിങ്സിന്റെ റിസർച്ച് ഡയറക്ടർ ആഡം ഡോറാണ് ആ ശ്രദ്ധേയ ഗവേഷക പ്രവചനം നടത്തിയിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും റോബോട്ടിക്സിന്റെയും ത്വരിത വളർച്ചയുടെ അനന്തരഫലമായി ഇന്ന് മനുഷ്യർ ചെയ്തു പോരുന്ന ഭൂരിഭാഗം തൊഴിലുകളും 2045 ആകുമ്പോഴേക്കും ഇല്ലാതാകുമെന്ന പ്രവചനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ആ പ്രവചനത്തിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് മനുഷ്യരെക്കാൾ വേഗതയിലും കാര്യക്ഷമതയിലും കൃത്യതയിലും കുറഞ്ഞ ചിലവിലും വിവിധ ജോലികൾ ചെയ്യാൻ ശേഷിയുള്ള നൂതന യന്ത്ര സാമഗ്രികളുടെ വികസനം വരും നാളുകളിൽ വർദ്ധിച്ചു വരും എന്നതാണ്. സാങ്കേതിക വിദ്യാ പരിവർത്തനം എന്നത് സാവകാശം സംഭവിക്കുന്ന കാര്യമല്ല, മറിച്ച് അത് ദ്രുതഗതിയിലുള്ള മാറ്റമാണ്. ഇതുവരെയുള്ള സാങ്കേതിക വിദ്യ പരിവർത്തന ചരിത്രത്തിലെ 1500 സാങ്കേതിക വിദ്യകളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാകും. ഒരിക്കൽ ഒരു പുതു സാങ്കേതിക വിദ്യ ലോകത്ത് കാലുറപ്പിച്ചു തുടങ്ങിയ തുടർന്നുള്ള 15 മുതൽ 20 വർഷങ്ങൾക്കകം അത് നിലവിലുള്ള എല്ലാ സംവിധാനങ്ങൾക്കും പകരമായി മാറ്റി സ്ഥാപിക്കപ്പെടും എന്നത് വ്യക്തമാകും. ആഡം ഡോർ വിശദീകരിക്കുന്നു. വരും ഭാവിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വ്യാപനത്തെ തുടർന്ന് ഏറെ വെല്ലുവിളികൾ നേരിട്ടേക്കാവുന്ന ഒരു തൊഴിൽ രംഗമാണ് വിജ്ഞാനം അടിസ്ഥാനമാക്കിയുള്ള പതിവ് ജോലികളും പ്രവചിക്കാനാവുന്ന ആവർത്തിച്ചുള്ള ജോലികളും. അക്കൂട്ടത്തിൽ ലോകത്തിന് ദശലക്ഷക്കണക്കിന് ആളുകൾ ഏർപ്പെട്ടു വരുന്ന വൈറ്റ് കോളർ ജോലികളെല്ലാം ഉൾപ്പെടും. AI സംവിധാനങ്ങൾ കൂടുതൽ ചെലവ് കുറയുകയും പരിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്നതോടെ അതിന് മനുഷ്യരെക്കാൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനാകുമെന്നും അങ്ങനെ എല്ലാ തൊഴിൽ മേഖലകളിലും അത്തരം നൂതന സാങ്കേതിക സംവിധാനങ്ങൾ ആശ്രയിക്കുന്നതിലേക്ക് വഴിയൊരുക്കുമെന്നും ഡോർ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകം പടർന്നു പന്തലിച്ചാലും അതിന്റെ സാധ്യതയിൽ അകപ്പെടാതെ വിട്ടുനിൽക്കാനാകുന്ന ചില പ്രവർത്തന മേഖലകളുണ്ടെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. അത്തരം തൊഴിൽ മേഖലകളിൽ വൈകാരിക ബുദ്ധിയും ധാർമ്മികതയും മനുഷ്യരുടെ വിശ്വാസ്യതയും ആവശ്യമായ ജോലികളാണ് അക്കൂട്ടത്തിൽ കൂടുതലും ഉൾപ്പെടുക. അതിൽ രാഷ്ട്രീയം, ലൈംഗിക തൊഴിൽ, തത്വജ്ഞാനം തുടങ്ങിയ മേഖലകൾ ഉൾപ്പെടും. വരും ഭാവിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും പോലുള്ള ടെക്നോളജികളുടെ അതിപ്രസരത്തിലൂടെ മനുഷ്യരുടെ തൊഴിൽ രംഗം കൈവിട്ടുപോകുന്ന സ്ഥിതികൾ മറികടക്കാൻ പുതിയ സാമ്പത്തിക മാതൃകകൾ സൃഷ്ടിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ആഡം ഡോർ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. മനുഷ്യരുടെ എല്ലാ ആവശ്യങ്ങളും യന്ത്രങ്ങളിലൂടെയും മറ്റ് സാങ്കേതിക വിദ്യാ സംവിധാനങ്ങളിലൂടെയും സാധിച്ചെടുക്കാനാകുന്ന അതിനൂതന കാലമാണ് ഇനി വരുവാനിരിക്കുന്നതെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. അത്തരമൊരു ഭാവി സംജാതമാകുമ്പോൾ ഇന്ന് നാം ജോലി, മൂല്യം, ഉടമസ്ഥത എന്നിവയ്ക്ക് നൽകിയിരിക്കുന്ന നിർവചനങ്ങൾ പലതും മാറ്റിമറിക്കപ്പെടും. അതിനാൽ തന്നെ ഇത്തരം നിർവചനങ്ങളിൽ ധീരമായ പരീക്ഷണങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.